ഇന്റലിജൻസ് നമ്മുടെ പുതിയ കുർത്തയുടെ വീടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ്. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ്. ലൈനിങ്ങിന്റെ ആവശ്യമില്ല കേട്ടോ. ഇതൊരു സെമി അനാർക്കലി പാറ്റേൺ എന്ന് പറയാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇത് സ്ലിറ്റ് ഇല്ലാതെ ഇതായതല്ലേ എ ലൈനാണ്, കുറച്ച് ചെറുതായിട്ടൊരു ഫ്ലെയർ കിട്ടും. വി നെക്ക് പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. താഴെ ഒരു ബോർഡറും കൂടെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു അനാർക്കലിന്റെ ചെറിയൊരു ലുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇതൊരു കാന്ത ലൈൻസ് വരുന്ന സൈസ് കോട്ടൺ മെറ്റീരിയൽ ആണ്. ബോർഡർ മൊഡാൽ വെച്ചിട്ടാണോ ചെയ്തേക്കുന്നത്. നമുക്ക് നോർമൽ കോട്ടൺ അല്ല. ഈ ഒരു ബോർഡറും താഴത്തെ ബോർഡറും മൊഡാൽ ഫാബ്രിക് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെതായ ഒരു ലുക്ക് വ്യത്യാസം ഉണ്ട് കേട്ടോ. അതിന് ഞാൻ അടുപ്പിച്ച് കാണിക്കാം. സ്റ്റിച്ചിങ് ഒക്കെ നല്ല കേട്ടോ. ഇത് നിങ്ങൾ ഞാനിപ്പോൾ നെക്ക് സൈസ് ഇട്ടേക്കുന്നത് കാരണം ലാർജ് തൊട്ടാണ് സ്റ്റാർട്ടിങ് സൈസ് വരുന്നത്. നെക്ക് സൈസ് എടുത്താലും കുഴപ്പമില്ല. അങ്ങനെ വലിയ ചുരുങ്ങുന്ന കംപ്ലൈൻ്റ് ഉള്ള ഫാബ്രിക് അല്ല, കാരണം ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇച്ചിരി ലൂസായിട്ട് കിടക്കണമെങ്കിൽ നെക്ക് സൈസ് എടുത്തോ. ഇതാണ് നെക്ക് പോർഷനിൽ ഡിസൈൻ വരുന്നത്. ഇത് കണ്ടില്ല, അതും ആ ഒരു മൊഡാലിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ഒരു ബോർഡേഴ്സ് എല്ലാം ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മുടെ ടോപ്പിൻ്റെ മെയിൻ മെറ്റീരിയൽ നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. താഴത്തോട്ട് വരുമ്പം ഈ ഡിസൈൻ ഇത്രയാണ് ഫ്ലെയർ വരുന്നത്. ഒരുപാടല്ലെങ്കിൽ പോലും കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഒരു നല്ലൊരു ഭംഗി കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് സൈസ് ഞാൻ പറഞ്ഞില്ലേ, നെക്ക് സൈസ് എടുക്കണമെങ്കിൽ എടുത്തോ, ഇല്ലെങ്കിൽ കറക്റ്റ് സൈസ് നിങ്ങൾ അത്യാവശ്യം ടൈറ്റ് ആയിട്ടൊക്കെ ഇടുന്നവരാണെങ്കിൽ കറക്റ്റ് സൈസ് എടുത്താൽ മതി. സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലാർജ്, XL, XXL, 3X വരെയാണ് സൈസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സൈസ് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ലാസ്റ്റ് കണ്ട് ഞാൻ കൊടുക്കാൻ വിട്ടുപോയി. അപ്പം അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ഓരോ നമ്പറിൻ്റെയും ആ ഒരു ബാലൻസിൽ XL ആണോ XXL ആണോ എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ആ പോർഷനിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താലും മതി. അപ്പോഴാണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിപ്ലൈ കിട്ടുള്ളൂ. അപ്പോൾ കണ്ടല്ലോ.